പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവേശു മിശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ചേർന്നിരിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നു തമ്പുരാൻ അവകാശവാദങ്ങളായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്ക് അല്പനേരം ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. കർത്താവ് വ്യക്തമായി പറഞ്ഞ അവകാശവാദങ്ങളിൽ ഒന്ന് ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ശമരിയയിലെ സ്ത്രീയോട് കർത്താവ് പറയുന്ന വചനമാണ്. പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് വഴി നടന്നു പോകയിൽ ശമര്യരുടെ ഗ്രാമത്തോട് ചേർന്നുള്ള സുക്കോത്ത് താഴ്വരയിലെ യാക്കോബിൻ്റെ കിണറിനരികിൽ ഇരിക്കുകയാണ്. നട്ടുച്ച സമയമായിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ആഹാരം വാങ്ങുവാനായിട്ട് പട്ടണത്തിൽ പോയിരിക്കുകയാണ്. അപ്പോഴാണ് നട്ടുച്ച നേരത്ത് ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വരുന്നത്. സ്വാഭാവികമായും അത് സംഭവിക്കാൻ വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ. ആരും അങ്ങനെ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ പോകാറില്ല. പട്ടണത്തിൽ നിന്ന് ദൂരെയാണ് ഈ താഴ്വര. ആ താഴ്വരയിലാണ് കിണറുള്ളത്. അവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. നട്ടുച്ച നേരത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു വശത്തേക്ക് കാലിക്കുടവും മറുവശത്തേക്ക് നിറകുടവുമായി സഞ്ചരിക്കേണ്ടി വരുന്ന സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം ചെറുതൊന്നുമല്ല. എന്നിട്ടും ഈ സ്ത്രീ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വരികയാണ്. അതിനൊരു കാരണമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മറ്റുള്ളവർ വെള്ളം കോരാൻ പോകുന്ന നേരത്ത് അവരിൽ ഒരാളായി അവരോടുകൂടെ വെള്ളം കോരാൻ പോകുവാനുള്ളതായ മനസ്സുറപ്പ് അവൾക്കില്ല. അതിന് തക്കതായ കാരണം അവളുടെ ജീവിതത്തിലുണ്ട്. അവൾ ജീവിക്കുന്നത് ക്രമം കെട്ട വിധത്തിലാണ്. എന്നാൽ ആരുമില്ലാത്ത നട്ടുച്ചയ്ക്ക് ഏകയായിപ്പോയി വെള്ളം കോരി മടങ്ങി വരാമെന്ന് നനച്ചാണ് അവൾ ആ കിണറ്റിൻകരയിലേക്ക് നടന്നെടുക്കുന്നത്. എന്നാൽ തമ്പുരാൻ കർത്താവ് അതേ കിണറ്റിൻകരയിൽ ആരെയോ കാത്തിട്ടെന്നതുപോലെ ഇരിക്കുകയാണ്. സത്യത്തിൽ അത് അവളെ കാത്തുള്ള ഇരിപ്പ് തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വഴിതെറ്റിപ്പോയ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് വഴി വിട്ടുപോയ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് ജീവിതത്തിൽ ഇടറിപ്പോയ ആളുകളെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയുന്നവനോ പാപി എന്ന് മുദ്ര കുത്തുന്നവനോ നാശത്തിലേക്ക് തള്ളിക്കളയുന്നവനോ അല്ല. കർത്താവായ യേശു ക്രിസ്തു അവരെ വീണ്ടെടുക്കുന്നവനും രക്ഷിക്കുന്നവനും ചേർത്ത് പിടിക്കുന്നവനും അവർക്ക് അഭയമേകുന്നവനുമാണ്. ഇതാണ് ദൈവത്തെ നാം മനസ്സിലാക്കേണ്ട വിധം. ദൈവം ശിക്ഷിക്കുന്നവനാണെന്ന് നശിപ്പിക്കുന്നവനാണ് എന്നിങ്ങനെയുള്ള കാഴ്ചപ്പാട് എങ്ങനെയൊക്കെയോ ആളുകളുടെ തലയിൽ വല്ലാതെ കയറിക്കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ആളുകൾ പേടിക്കുകയാണ്. പേടിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ദൈവം സ്നേഹമാണ്. അതേ, ദൈവം സ്നേഹം മാത്രമാണ്. ഈ ദൈവത്തെ അങ്ങനെ മനസ്സിലാക്കുവാൻ മനുഷ്യൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ദൈവത്തോട് ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ട സ്ഥാനത്ത് ഭയവും അകൽച്ചയുമൊക്കെ മനുഷ്യന് ഉണ്ടാകുവാൻ കാരണം. ഇവിടെ ഈ ശമരിയാക്കാരി സ്ത്രീ വെള്ളം കോരുവാൻ വരുമ്പോൾ ദൂരെ നിന്നേ അവൾക്ക് കാണാം കിണറ്റിൻകരയിൽ ശുഭ്രവസ്ത്രധാരിയായ ഒരു യുവാവ് ഇരിക്കുന്നുണ്ട്. അടുത്തു വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, വേഷഭൂഷാദികൾ കണ്ടപ്പോൾ അതൊരു യഹൂദനാണ് എന്ന്. അവളൊരക്ഷരം മിണ്ടാതെ വെള്ളം കോരി പോകുവാൻ ഭാവിച്ചപ്പോഴാണ് കർത്താവ് അവളോട് പറയുന്നത്, സ്ത്രീയെ, എനിക്ക് കുടിപ്പാൻ തരിക എന്ന്. സത്യത്തിൽ കർത്താവിന് ദാഹജലം അവളോട് ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അത് തുടർന്നുള്ള സംഭാഷണം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവിന് ദാഹം മാറ്റുവാൻ ഈ ശമരിയാക്കാരി സ്ത്രീയോട് വെള്ളം ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ല. എന്നാൽ കർത്താവ് അവളോട് ചോദിക്കുകയാണ്, നട്ടുച്ച നേരമാണ്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, നീ എനിക്ക് അല്പം വെള്ളം എൻ്റെ കൈവെള്ളയിൽ പകർന്നു തരിക. ആ സ്ത്രീ വലിയ ജിജ്ഞാസയോടും ആശ്ചര്യത്തോടും കൂടെയാണ് യേശുവിനെ നോക്കുന്നത്. അവളുടെ ആശ്ചര്യം മറച്ചു വെച്ചില്ല. നീ എന്താണ് എന്നോട് അങ്ങനെ വെള്ളം ചോദിച്ചത്? അത് നിങ്ങൾക്ക് നിഷിദ്ധമല്ലേ? നിങ്ങൾ യഹൂദന്മാർ ഞങ്ങൾ ശമര്യരുമായി വലിയ ശത്രുതയിലാണല്ലോ. ശമര്യരുമായി ഒരു സമ്പർക്കവും ചെയ്യാൻ പാടില്ലെന്നും ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കം ചെയ്യുവാനോ തമ്മിൽ കാണുവാനോ ഇടവന്നാൽ പോലും കുളിക്കാതെ ആഹാരം കഴിക്കരുതെന്ന് നിങ്ങളെ പഠിപ്പിച്ചിരിക്കെ ഒരു യഹൂദനായ നീ എന്നോട്, അതും ഈ ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്?
അപ്പോൾ കർത്താവ് അവളോട് പറയുന്ന മറുപടി ആണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. സ്ത്രീയെ, നീ ദൈവത്തിൻ്റെ ദാനം എത്ര വലുതാണെന്നും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാണെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ചോദ്യം നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു സംഭാഷണത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ സ്ത്രീയുമായി ഒരു സംഭാഷണത്തിന് തുടക്കമിടുകയാണ്. നീ ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവളാണ്. ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം എത്രയെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ അനുകമ്പ എത്ര ശ്രേഷ്ഠമെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവം എല്ലാം പൊറുക്കുന്നവനും എല്ലാം ക്ഷമിക്കുന്നവനും എല്ലാം മനസ്സിലാക്കുന്നവനും അതിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുന്നവനുമാണെന്ന് നീ ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ, ആ ദൈവം എത്രമാത്രം വാത്സല്യമുള്ളവനാണെന്ന് നിനക്ക് ഇതുവരെയും മനസ്സിലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയില്ലായിരുന്നു. മാത്രമല്ല, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിട്ടില്ല. നിനക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എന്നെ കാണുവാൻ കഴിയുന്നത് ഒരു യഹൂദൻ എന്ന നിലയിൽ മാത്രമാണ്. ഞാൻ അതിലെത്രയോ ഉപരിയാണ്. ഞാൻ യഹൂദൻ്റെ വേഷത്തിലാണ് ഇവിടെ നിൽക്കുന്നതെങ്കിലും, ഞാൻ ഒരു യഹൂദനാണെങ്കിലും ഞാൻ അതിലെല്ലാം ഉപരിയാണ്. സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്. എല്ലാറ്റിനെയും ഭരിക്കുന്നവനാണ്. എല്ലാം അറിയുന്നവനാണ്. എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ്. ആ എന്നെ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവിക ദാനങ്ങൾ എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇവിടെ ആ സ്ത്രീയെ കർത്താവ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പരിജ്ഞാനം പ്രാപിക്കാത്തവളാണ് അവൾ എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം ഇതുതന്നെയാണ്. പരിജ്ഞാനമില്ലായ്മ. ദൈവത്തെ അറിയുന്നതിൽ അവർ പരാജയപ്പെടുന്നു. ദൈവിക ദാനങ്ങളെ അറിയുന്നതിൽ അവർ പരാജയപ്പെടുന്നു. ദൈവ സ്വഭാവം എന്തെന്നറിയുന്നതിൽ അവർ പരാജയപ്പെടുന്നു. ദൈവത്തെ വിലയിരുത്തുന്നതിൽ അവർ പരാജയപ്പെടുന്നു. മനുഷ്യൻ പലപ്പോഴും കാര്യങ്ങൾ വിലയിരുത്തുന്നത് സ്വന്തം ചിന്താഗതിക്ക് അനുസരിച്ചാണ്. മറ്റൊരാളെ വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ആളിലേക്ക് നോക്കുന്നത് സ്വന്തം മനസാക്ഷിക്കൊത്തവണ്ണമാണ്. എന്നുവെച്ചാൽ അയാളിൽ ഇയാൾ കാണാൻ ശ്രമിക്കുന്നത് ഇയാളുടെ മനസാക്ഷിയിൽ ഇയാൾ രൂപപ്പെടുത്തുന്ന ഒരു കഥാപാത്രത്തെയാണ്. ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ കാണുവാൻ വേണ്ടി ആ വ്യക്തിയിലേക്ക് നോക്കുന്നത് സ്വതന്ത്രമായ നോട്ടമാണ്. എന്നാൽ എൻ്റെ വീക്ഷണകോണിലൂടെ ഞാൻ ആ ആളെ കാണുവാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ആ നോട്ടത്തിനകത്ത് അല്പം വക്രതയുണ്ട്. ഇന്ന് പലരും പലരെയും സ്വതന്ത്രവും സ്വസ്ഥവുമായി മനസ്സിലാക്കാതെ പോകാനുള്ള കാരണം ഇങ്ങനെയുള്ള വക്രദൃഷ്ടിയോടുകൂടെ നോക്കുന്നത് കൊണ്ടാണ്. ഇന്ന് വിവാഹം കഴിഞ്ഞ് വളരെ നാളുകൾ പിന്നിട്ടിട്ടും പല ഭാര്യമാർക്കും അവരുടെ ഭർത്താവിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ സ്വതന്ത്രമായി ഇതുവരെ അവരെ നോക്കിയിട്ടില്ല. ഇതുവരെ അവർ നോക്കിയത് മുഴുവൻ അവരുടെ വീക്ഷണകോണിലൂടെ, അവരുടെ കാഴ്ചപ്പാടിലൂടെ, അവർ മനസ്സിൽ സങ്കല്പിച്ചു വെച്ച സങ്കല്പങ്ങളിലൂടെ അതിൻ്റെ മൂർത്തിഭാവമായി അവരുടെ ഭർത്താവിനെ കാണുവാനാണ്. അതുകൊണ്ട് ഇന്ന് വരെ അവർക്ക് കുടുംബജീവിതത്തിൽ തുറന്നിടപെടുവാനോ സ്നേഹിക്കുവാനോ സന്തോഷിക്കുവാനോ സ്വസ്ഥത അനുഭവിക്കുവാനോ കഴിഞ്ഞിട്ടുമില്ല. അവരുടെ മനസ്സ് അന്നും മൂടിപ്പിടിച്ച മനസ്സാണ്, ഇന്നും മൂടിപ്പിടിച്ച മനസ്സാണ്. അവരൊരിക്കലും സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്തെന്ന് ബോധ്യപ്പെടുന്നില്ല. ഇതുപോലെ തന്നെ ചില ഭർത്താക്കന്മാർ അവരുടെ ഭാര്യയെ അവരുടെ വീക്ഷണകോണിലൂടെ നോക്കിക്കാണുകയാണ്. ആ കാഴ്ചയ്ക്ക് ഒരുപാട് പരിമിതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സ്ത്രീ എന്ന വ്യക്തിത്വത്തിൻ്റെ സ്വതന്ത്ര നിലനിൽപ്പ് എന്താണെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ മുൻവിധി കൂടാതെ ആ ആളെ നോക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് ഈ മുൻവിധി. ഒരാളെക്കുറിച്ചുള്ള മുൻവിധി, അതല്ലെങ്കിൽ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള മുൻവിധി, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള മുൻവിധി, ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള മുൻവിധി, അല്ലെങ്കിൽ ഒരു സങ്കല്പത്തെക്കുറിച്ചുള്ള മുൻവിധി. ഈ മുൻവിധിയോടുകൂടി ആ ആളെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ, അതുമല്ലെങ്കിൽ ആ സമൂഹത്തെ സമീപിച്ചാൽ, വീക്ഷിച്ചാൽ, അവിടെ കാണുവാൻ ആഗ്രഹിക്കുന്നതാണ് അന്വേഷിക്കുന്നത്, അത് കണ്ടെത്തുവാനാണ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അവിടെ വസ്തുതാപരമായി നിലനിൽക്കുന്നത് ഇവിടെ ദൃഷ്ടിയിൽപ്പെടുകയില്ല. അതൊരിക്കലും കാണാനും കഴിയില്ല. വസ്തുതാപരമായി നിലനിൽക്കുന്ന ആ അവസ്ഥയെ കാണേണ്ടതുപോലെ കാണാൻ മനസ്സില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. കാണാൻ ആഗ്രഹിച്ചതെന്തോ അത് കാണുന്നു. ഈ സ്ത്രീ യേശുവിനെ ഒരു സ്വതന്ത്ര വ്യക്തിയായി കാണാൻ ഒരിക്കലും അവൾ ശ്രമിച്ചിട്ടില്ല. അവൾ കാണാൻ ശ്രമിച്ചത് അവനിലൊരു യഹൂദനെയാണ്. അത് അവൾ കണ്ടു.
സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ അതിനപ്പുറത്തേക്ക് അവൾക്കൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ കാഴ്ച കുറേ കൂടെ സ്വതന്ത്രവും വിശാലവുമാകണമെന്നാണ് കർത്താവ് ഇവിടെ പാഠം പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തെ നോക്കുമ്പോഴും സ്വതന്ത്രമായ മനസ്സോടെയാണ് നോക്കേണ്ടത്, മുൻവിധികളോടെയല്ല. കൊച്ചുപ്രായം മുതൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പാഠം ദൈവം ശിക്ഷിക്കും, ദൈവം ശിക്ഷിക്കും, ദൈവം ശിക്ഷിക്കും. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പിന്നെ എത്ര പൊതിഞ്ഞു കൊടുത്താലും ആ കുഞ്ഞിന് മനസ്സിലാവില്ല. ആദ്യ പാഠം എന്തായിരുന്നു? ദൈവം ശിക്ഷിക്കും. ഒരു കുഞ്ഞിനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങൾ വരയ്ക്കുന്ന വരയിൽ ആ കുഞ്ഞ് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ വരയിൽ ആ കുഞ്ഞിനെ നിർത്താൻ വേണ്ടി ദൈവത്തെ ഒരു ഭീകര സ്വപ്നമായി ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് തള്ളിക്കയറ്റിയിട്ട് നാളെ ദൈവം സ്നേഹമാണെന്ന് 1000 വട്ടം പറഞ്ഞാലും ആ കുഞ്ഞിനത് മനസ്സിലാകുകയില്ല. ഞങ്ങൾ അച്ഛന്മാരെപ്പോഴും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കരച്ചിൽ നിർത്താതെ വരുമ്പോൾ, അതുമല്ലെങ്കിൽ വാശി പിടിക്കുമ്പോൾ ഉടനെ പറയുന്നത് അച്ഛൻ വരുന്നുണ്ട്, അച്ഛനോട് പറയും എന്നാണ്. അച്ഛനോട് പറയുമെന്ന്, അച്ഛൻ ശിക്ഷിക്കും, അച്ഛൻ അടിക്കുമെന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്തേക്ക് കുഞ്ഞിന് അച്ഛനെന്ന കഥാപാത്രത്തെ ഭയം തോന്നുകയാണ്. പിന്നെ കുഞ്ഞ് കാണുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ വേഷഭൂഷാദികളൊന്നുമല്ല, താടിയും മീശയും ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിന് ഒരു ഭയാനകമായ ചിത്രമായി അച്ഛൻ മാറുകയാണ്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ആ രീതിയിലുള്ള ഒരു വ്യക്തിയേ അല്ല അച്ഛൻ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല. പക്ഷേ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങനെ പർവ്വതീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ചില അമ്മമാർ സ്വന്തം അപ്പനെക്കുറിച്ചും ഇതേ ചിത്രമാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരച്ചു വയ്ക്കുന്നത്. നിൻ്റെ അപ്പൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും, നിനക്ക് തീർച്ചയായിട്ടും അടി കിട്ടാതിരിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ അപ്പനെക്കുറിച്ച് വളരെ ഭയാനകമായൊരു ചിത്രം അമ്മ വരച്ചു വെച്ചാൽ ആ കുഞ്ഞിനൊരിക്കലും സ്വാതന്ത്ര്യത്തോടെ, സ്നേഹത്തോടെ ആ കുഞ്ഞിൻ്റെ അപ്പനോട് ഇടപഴകാൻ പറ്റില്ല. ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എഴുതി പിടിപ്പിച്ച ഒരവസ്ഥയാണത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈ സ്ത്രീ കർത്താവിനെ വായിക്കേണ്ടതുപോലെ വായിച്ചെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, കർത്താവ് അവളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെയും അവസ്ഥ നാം പരിശോധിക്കേണ്ടത്. നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. ഒരുപാട് മുൻവിധികളോടെയാണ് നാം ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം എന്ന സത്യത്തെ, ദൈവം എന്ന സത്തയെ നാം ഉൾക്കൊള്ളുന്നത് കുറേ വികലമായ നിലയിലല്ലേ എന്ന് നാം തന്നെ ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്നേഹിപ്പാനോ ദൈവസ്നേഹത്തെ തിരിച്ചറിയാനോ കഴിയാതെ വരുന്നത്. അതുകൊണ്ടാണ് നാം ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ദൈവത്തിൻ്റെ ദാനത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവൻ്റെ അരികിൽ സധൈര്യം ചെന്ന് അവനോട് ചോദിക്കും, തമ്പുരാനെ, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിൻ്റെ ആരാണെന്നും എനിക്കറിയാം, എനിക്ക് നിന്നോടൊരു കാര്യം സ്വകാര്യമായി പറയാനുണ്ട്. വാസ്തവമായിട്ടും എനിക്കത് പറയാനുള്ള ധൈര്യവുമുണ്ട്, ബലവുമുണ്ട്, അതിനുള്ളതായ എല്ലാ മനസ്സുമുണ്ട്. തമ്പുരാനെ, ഈ കാര്യത്തിലൊന്ന് ഇടപെട്ട് എനിക്ക് ഈ വിഷയത്തിന് മേലൊരു തീർപ്പുണ്ടാക്കി തരണമെന്ന് വളരെ സ്വാതന്ത്ര്യത്തോടെ പറയുവാൻ കഴിയും. സത്യത്തിൽ പേടിച്ചിട്ട് ദൈവത്തിനരികിൽ വരുന്നതും സ്നേഹിച്ചിട്ട് ദൈവത്തിനരികിൽ വരുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഒരു ഭാര്യ പേടിച്ചിട്ട് ഭർത്താവിനരികിൽ വരുന്നതും സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ഭർത്താവിനരികിൽ വരുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഒരു മകൻ അല്ലെങ്കിൽ മകൾ പേടിച്ചിട്ട് അപ്പൻ്റെയോ അമ്മയുടെ അരികിൽ ചെല്ലുന്നതും സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ അപ്പൻ്റെയോ അമ്മയുടെ അരികിൽ ചെല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ബലഹീനത കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പരിമിതി കണ്ടിട്ട്, നമ്മുടെ അറിവില്ലായ്മ കണ്ടിട്ട്, നമ്മുടെ പരാജയം കണ്ടിട്ട് അതിനെ ഒന്ന് തിരുത്തിത്തരാനാണ് സ്നേഹവാനായ ദൈവം ഇന്ന് ശ്രമിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ വളരെ തെറ്റായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്? ഞാൻ ഒരിക്കലും നിങ്ങളെ കഠോരമായി ശിക്ഷിക്കുന്നവനോ നശിപ്പിക്കുന്നവനോ അല്ല. അങ്ങനെയല്ല എൻ്റെ പദ്ധതി. പിന്നെ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, നിങ്ങളിൽ ചിലർക്കൊക്കെ നാശവും വരുന്നുണ്ട്. ഇതൊന്നും എൻ്റെ തലയിൽ കെട്ടിവെക്കരുത്. ഞാനല്ല ഇതിനൊന്നും ഉത്തരവാദി. ആത്യന്തികമായി എൻ്റെ പദ്ധതി നിങ്ങളെ രക്ഷിച്ച് എന്നോടൊപ്പം നിർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ നിങ്ങളതിനെ വ്യാഖ്യാനിച്ച് വേറൊരു വിധത്തിലാക്കി എന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് ഭയപ്പാടോടുകൂടി എന്നെ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ തോന്നുന്നു മക്കളെ എന്ന് ഇന്ന് ദൈവം പറയുന്ന വാക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തൊട്ടെങ്കിൽ
ദൈവത്തെ ഒന്ന് വേണ്ടവണ്ണം രുചിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്കൊന്ന് കഴിഞ്ഞെങ്കിൽ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തോടൊന്ന് അടുത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ, ചിലപ്പോഴൊക്കെ ആളുകൾ പറയുന്നു കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് പോലും വലിയ വലിയ ശിക്ഷ വിധിക്കുന്നവനാണ് ദൈവം, അതുകൊണ്ട് ഒരുപാട് സൂക്ഷിച്ചു കൊള്ളണമെന്ന്. അപ്പോൾ ദൈവം എന്ന ആ ഒരു കാഴ്ചപ്പാട് പോലും ഭയത്തോടു കൂടിയ മനുഷ്യന് പിന്നെ സമീപിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. എന്താ കാരണം? കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പറ്റാത്ത മനുഷ്യരുണ്ടോ ലോകത്ത്? ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് സ്വാഭാവികമായും കുഞ്ഞു കുഞ്ഞ തെറ്റുകൾ, അബദ്ധങ്ങൾ പിണയും പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ അബദ്ധങ്ങളും തെറ്റുകളും എന്നും ചെയ്യാനും ആവർത്തിക്കാനുമുള്ള ലൈസൻസ് ഒന്നുമല്ല ഈ പറയുന്ന വാക്കുകൾ. മറിച്ച് അങ്ങനെ അബദ്ധം പറ്റിയാൽ എന്നേക്കുമായി ശിക്ഷിക്കുന്നവനല്ല ദൈവം. അബദ്ധം പറ്റിയാൽ അത് ഏറ്റു പറയണം, തെറ്റ് പറ്റിപ്പോയി എന്ന് സമ്മതിക്കണം, ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ഉടമ്പടി ചെയ്യണം. അത്രയും ചെയ്താൽ പറ്റിപ്പോയ തെറ്റിനെ പൂർണ്ണമായും പുറത്ത് പഴയതിനേക്കാളധികം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട് നമുക്ക് എന്ന് നമുക്ക് ബോധമുണ്ടാകണം. ഇനി നമുക്ക് ഈ വിഷയത്തിൻ്റെ വേറൊരു വശത്തേക്ക് വരാം. കർത്താവ് ഇവിടെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എനിക്കറിയാം നിനക്ക് ദാഹിക്കുന്നുണ്ടെന്ന്. നട്ടുച്ചയ്ക്ക് നീ വെള്ളം കോരാൻ വന്നത് ആ ദാഹം ശമിപ്പിക്കാനാണെന്ന്. പക്ഷേ മോളെ, ഈ നിൻ്റെ ദാഹം ഇതുകൊണ്ടൊന്നും ശമിക്കുന്നതല്ല. നിൻ്റെ ദാഹം ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് തീരുന്നതുമല്ല. അതാണ് നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നു എന്ന് പറഞ്ഞത്. കർത്താവ് അവകാശപ്പെടുകയാണ്, ഞാൻ ജീവനുള്ള വെള്ളം നൽകുന്നവനാണ്, ഞാൻ ജീവജലത്തിൻ്റെ നദിയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇത് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മൃതാവസ്ഥയിൽ നിന്ന് ജീവൻ പകരുന്ന ജീവജലത്തിൻ്റെ നദിയാണ് കർത്താവ്. പാപത്തിൻ്റെ മൃതാവസ്ഥയിൽ നിന്ന് ആത്മാവിൻ്റെ ജീവാവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ജീവജലമാണ് കർത്താവ്. ആ കർത്താവിനെ സ്വീകരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദാഹം മാറുവാനുള്ള മാർഗം. ലോകത്ത് ആളുകൾക്ക് ദാഹമുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് പല മേഖലകളിൽ മനുഷ്യൻ ദാഹാർത്തരായിരിക്കുന്നു. സ്നേഹത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ അവർ ദാഹമുള്ളവരാണ്. എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, അതുകൊണ്ട് ഞാൻ സ്നേഹത്തെക്കുറിച്ച് ദാഹിക്കുന്നു. വേറെ ചിലരെ സംബന്ധിച്ച് കരുതൽ അവർക്ക് ലഭിക്കുന്നില്ല, പ്രൊട്ടക്ഷൻ. അതിനുവേണ്ടി ദാഹിക്കുന്ന ആളുകൾ ലോകത്ത് ധാരാളമുണ്ട്. ജീവിതത്തിൽ അനാഥരാക്കപ്പെട്ട ബാല്യങ്ങൾ ഒരുപാട് കരുതൽ ദാഹമുള്ളവരാണ്. ഇതുപോലെ പോയി കഴിഞ്ഞാൽ ദാഹത്തിന് ഒരുപാട് വിശാലമായ മേഖലകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനിയും ചില ആളുകൾ തിരസ്കൃതരാണ് സമൂഹത്തിൽ. ഒരംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹം അവരുടെ മനസ്സിൽ വല്ലാതെ കൂടുകൂട്ടുന്നുണ്ട്. സ്വന്തം ഭവനത്തിൽ തിരസ്കൃതരായി പോയ കുറേ ആളുകളും ഈ സമൂഹത്തിലുണ്ട്. അപ്പനും അമ്മയും മക്കളുമൊക്കെയായിട്ട് ജീവിക്കുന്ന കുടുംബത്തിൽ അല്പം ബലഹീനതയുള്ളതുകൊണ്ട്, അല്പം കഴിവുകേടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അല്പം വക്രത കുറവുള്ളതുകൊണ്ട്, മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഇല്ലെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ട്, വിദ്യാഭ്യാസം കുറവുള്ളതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഒതുക്കപ്പെട്ട് വീട്ടിൽ എല്ലാവരുടെയും പരിഹാസപാത്രമായി മൂലയ്ക്കലിരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ മനസ്സിടിഞ്ഞു പോയ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകും. എല്ലാവരാലും വെറുക്കപ്പെട്ട നിലയിൽ മനസ്സ് ഉരുകിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകും. അവരുടെ ഉള്ളിൽ വലിയ ഒരു ദാഹമുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് പരിഗണിച്ചെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു നല്ല വാക്ക് എന്നെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേൾപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള നൊമ്പരത്തോടെ മനസ്സുരുക്കത്തോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, വാസ്തവമായും പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ തേടി ചെല്ലുവാനും കണ്ടെത്തുവാനും ആശ്വസിപ്പിക്കുവാനും അവരുടെ ദാഹം ശമിപ്പിക്കുവാനും കരുത്തുള്ളവനും മനസ്സുള്ളവനുമായ തമ്പുരാനാണ് പറയുന്നത്, ഞാൻ നിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലമൊഴുക്കുന്ന നദിയാകുന്നു എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തെ കർത്താവിന് നന്നായിട്ടറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കർത്താവിനറിയാം. ആ സ്ത്രീ ഒരു പാപിനിയായിരുന്നു എന്നാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. കർത്താവിനോട് അവൾ ചോദിക്കുന്നുണ്ട്, ആ വെള്ളം എനിക്ക് തരിക. കർത്താവ് അപ്പോഴവളോട് പറയുന്നത് പാത്രം കൊണ്ടുവരാനല്ല, നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാനാണ്. ആ സ്ത്രീക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ കർത്താവ് അവളോട് തീർത്ത് പറയുന്നുണ്ട്, നിനക്ക് ഭർത്താവില്ല എന്ന് ഇപ്പോൾ നീ പറഞ്ഞത് സത്യമാണ്, പക്ഷേ നിൻ്റെ കൂടെ ഒരു പുരുഷൻ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. നിനക്ക് നിയമപ്രകാരം 5 ഭർത്താക്കന്മാർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിൻ്റെ കൂടെയുള്ളവനോ നിൻ്റെ ഭർത്താവായി തീർന്നിട്ടുമില്ല. ഇതാണ് നിൻ്റെ കഥ, ഇതാണ് നിൻ്റെ ചരിത്രം, ഇതാണ് നീ. ക്രമം കെട്ട ജീവിതം നയിക്കുന്നവൾ, ജീവിതത്തിൽ അലച്ചിൽ തൊഴിലാക്കി തീർത്തവൾ, സ്വസ്ഥതയില്ലാത്തവൾ, എവിടെയും മോഹവലയത്തിൽ പെട്ടുപോകുന്നവൾ. അതുകൊണ്ട് തന്നെ ആരൊക്കെയോ വന്നും പോയി നിന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവൾ, ആരൊക്കെയോ തേൻ കുടിച്ചു പോയിട്ട് വാടിക്കൊഴിഞ്ഞു പോയ ഒരു പൂവ്. നിൻ്റെ ജീവിതം ഇന്ന് ആകെ താറുമാറായി കിടക്കുകയാണ്. നീ വലിയ ദാഹം അനുഭവിക്കുന്നു.
5 പുരുഷന്മാർ നിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടും ആരും നിന്നെ മനസ്സിലാക്കിയില്ല. നിനക്ക് അവരിൽ നിന്ന് അർഹമായ സ്നേഹമോ ആദരവോ കരുതലോ കിട്ടിയില്ല. ഇപ്പോൾ ഒരുവൻ നിൻ്റെ കൂടെയുണ്ട്, അവനും നിന്നെ മനസ്സിലാക്കുന്നില്ല. മകളെ, നിൻ്റെ ദാഹം ശമിക്കണമെങ്കിൽ നിൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്ന, നിൻ്റെ ഉള്ളത്തെ അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടാകണം. അതിന് ഈ ലോകത്ത് ആരുമില്ല. സ്വസ്ഥമായി നീ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിന്നെ മനസ്സിലാക്കുന്നവർ ആരുമില്ല. അവിടെയാണ് നിൻ്റെ ദാഹം. ആ ദാഹം ശമിപ്പിക്കുവാൻ നിൻ്റെ അമ്മയുടെ ഗർഭം മുതൽ നിന്നെ അറിയുന്ന, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും വഴിയിലെ പിഴവുകളും അറിയുന്ന സ്നേഹസ്വരൂപനായ ദൈവമിത നിന്നെ സന്ദർശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് വലിയ ദാഹജലമായി തന്നെ ഊറ്റി ഒഴിക്കുകയാണ്. ഇന്ന് ഒരു പക്ഷേ ജീവിതത്തിൽ ഇതിന് തുല്യമായിട്ടോ ഇതിനേക്കാൾ സങ്കീർണമായിട്ടോ ഒക്കെ ക്രമം കെട്ടുപോയ ജീവിതം നയിക്കുന്ന ആളുകളുണ്ടാകാം. ചില ആളുകൾക്ക് പറ്റുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താണെന്നല്ലേ? ഒരിക്കൽ പാപി എന്ന് മുദ്ര കുത്തപ്പെട്ടാൽ, ഒരിക്കൽ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ടാൽ, പിന്നെ അവരെ മറ്റൊരു കണ്ടുകൊണ്ട് ലോകം കാണാൻ ഒരിക്കലും തയ്യാറാകുന്നില്ല. അവരെത്ര നല്ലവരായി ജീവിക്കാൻ ശ്രമിച്ചാലും അവരെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ലോകം തയ്യാറാകുന്നില്ല. ഒരിക്കൽ പാപം ചെയ്ത് പിടിക്കപ്പെട്ടവനെ എല്ലാ കാലവും പാപി എന്ന് മുദ്ര കുത്തുന്നു. ഒരിക്കൽ വ്യഭിചാരം ചെയ്ത് പിടിക്കപ്പെട്ടവരെ എല്ലാ കാലവും വ്യഭിചാരി എന്ന് മുദ്ര കുത്തുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ അവർക്ക് വേറെ നിവൃത്തിയില്ലാതെയാവുകയാണ്. അവർ അതേ തൊഴിലിൽ വീണ്ടും തുടരാൻ നിർബന്ധിതരായിത്തീരുകയാണ്. അങ്ങനെയാണ് ഒരിക്കൽ അബദ്ധം പറ്റി കളവ് ചെയ്തു പോയ പലരും പിന്നെ പെരുങ്കള്ളന്മാരായി ജീവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരിക്കൽ ബലാത്കാരേണ ജീവിതം കൈവിട്ടു പോയ ചില പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അവളെ നല്ലവളായി അല്ലെങ്കിൽ ഒരു നീതിയുള്ള പെൺകുട്ടിയായി ലോകം കാണാത്തത് കൊണ്ടാണ് പല പെൺകുട്ടികൾക്കും പിന്നീട് ജീവിതത്തിൽ വഴിതെറ്റി നടക്കേണ്ടി വന്നത്. ഇവിടെ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് വളരെ വികലമായി തീരുകയാണ്. അത് ഈ ലോക യാഥാർത്ഥ്യങ്ങളിലൊന്നാണ്. അവിടെ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലാകും, നിൻ്റെ ദാഹവും മനസ്സിലാകും, അത് ശമിപ്പിക്കുവാൻ ഞാനിതാ നിന്നെ തേടി വന്നിരിക്കുന്നു. ഒലിവുമലയിൽ കർത്താവ് ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ അരികിൽ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുവന്ന പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആക്രോശിച്ച ജനത്തോട് കർത്താവ് മറുപടി പറയുന്നത് വളരെ താമസിച്ചാണ്. കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്ന കർത്താവ് കുറേ സമയം കഴിഞ്ഞാണ് മുഖമുയർത്തി അവരെ നോക്കി അട്ടഹസിച്ചത്. നിങ്ങൾ പ്രമാണമൊന്നും തെറ്റിക്കേണ്ട, കല്ലെറിഞ്ഞ് കൊല്ലണമെങ്കിൽ കല്ലെറിഞ്ഞ് തന്നെ കൊല്ലണം, പക്ഷേ ആദ്യത്തെ കല്ല് പാപം ചെയ്യാത്തവൻ എറിയണമെന്ന് കർത്താവ് പറയുമ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് കർത്താവ് തൻ്റെ പക്ഷത്തേക്ക് ചായച്ചിരുന്നു. അല്ലെങ്കിൽ തൻ്റെ മനസ്സ് അവളുടെ ആ ഉടഞ്ഞുപോയ മനസ്സിലേക്ക് കർത്താവ് ചേർത്ത് വെച്ചിരുന്നു. ആരൊക്കെയോ ദുർനടപടിക്ക് വിധേയപ്പെടുത്തിയ, ആരുടെയൊക്കെയോ കളിപ്പാട്ടമായി മാറിയ, അങ്ങനെ ജീവിതം ചവച്ചു തുപ്പപ്പെട്ട, ആർക്കും വേണ്ടാത്തവളായി തീർന്ന ഈ പാവം പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ അട്ടഹസിക്കുന്നവർ തന്നെയാണ് അവളെ ആ നിലയിലൊക്കെ എത്തിച്ചിട്ടുള്ളത്. അവിടെയാണ് കർത്താവ് അവൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചത്. അവിടെയാണ് കർത്താവ് അവളുടെ ദാഹം ശമിക്കണമെന്ന് ആഗ്രഹിച്ചത്. കർത്താവ് ഒടുവിൽ അവളോട് പറയുന്നുണ്ട്, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലല്ലോ, ഞാനും വിധിക്കുന്നില്ല. അവർക്ക് വിധിപ്പാൻ അവകാശമില്ലാത്തത് കൊണ്ട് അവർ നിന്നെ ശിക്ഷ വിധിച്ചില്ല. എനിക്ക് അവകാശമുണ്ടെങ്കിലും ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. കാരണം എന്ത്? എനിക്ക് സ്നേഹം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ആരുമായും പങ്കുവയ്ക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്നേഹമാണ് മോളെ, എൻ്റെ സ്നേഹം ഞാൻ നിന്നിലേക്ക് നിറയ്ക്കുകയാണ്. ഇവിടെ നമ്മുടെ ദാഹം ശമിപ്പിക്കുവാൻ കർത്താവിൻ്റെ സ്നേഹമാണ് കർത്താവ് ഊറ്റി ഒഴുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ തളർന്നവരും തകർന്നവരും തിരസ്കൃതരും ഒറ്റപ്പെട്ടവരുമായി ജീവിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കാൻ ആരുമില്ലാതെ, കരുതാൻ ആരുമില്ലാതെ, വാത്സല്യിക്കാൻ ആരുമില്ലാതെ ഇന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലോ നാട്ടിലോ ഇടപെടുന്ന ഇടങ്ങളിലോ ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസത്തിൻ്റെ സന്ദേശം കർത്താവ് ഇന്ന് പകരുകയാണ്. ഞാനാണ് ജീവജലത്തിൻ്റെ നദി, ഞാനാണ് ആശ്വാസദായകൻ, ഞാനാണ് നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളുടെയും പരിഹാരം, എൻ്റെ അരികിൽ വരിക. അത് കർത്താവ് വ്യക്തമായി 7-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കൂടാര പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിൽ പോയ കർത്താവ് ആ കൂടാര പെരുന്നാളിൻ്റെ അവസാന ദിവസം, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ അവൻ ആലയത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-38 തിരുവചനങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ,
എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ കർത്താവ് വിളംബരം ചെയ്യുന്നതാണ് കാണുന്നത്. ദാഹിക്കുന്നവൻ ഏവനും എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ആകയാൽ പ്രിയരെ, ദാഹം മാറുവാൻ കർത്താവിൽ നിന്ന് പാനം ചെയ്യണം, കർത്താവിനെ പാനം ചെയ്യണം. അതുപോലെ കർത്താവാകുന്ന സ്നേഹത്തിൽ നാം നിറഞ്ഞിട്ട് നമ്മിൽ നിന്ന് ജീവജല നദികൾ പുറത്തേക്ക് ഒഴുകണം. അതിൽ നിന്ന് അനേകർ ആശ്വാസവും വലിയ വിടുതലും കണ്ടെത്തണം. ഇന്ന് ദൈവം നമ്മെ ഇങ്ങനെ സന്ദർശിച്ച് കേൾപ്പിച്ച സന്ദേശം, ഞാൻ ജീവജലത്തിൻ്റെ നദിയാകുന്നുവെന്ന് പറഞ്ഞവനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ശക്തീകരിക്കുകയും സമാശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുന്ന് ആരാണെന്ന് ഞങ്ങളെ വ്യക്തമായി പരിജ്ഞാനപ്പെടുത്തുകയായിരുന്നല്ലോ. ഞാൻ ജീവജലത്തിൻ്റെ നദിയാകുന്നുവെന്ന്, ഞാൻ ദാഹം ശമിപ്പിക്കുന്നവനാകുന്നുവെന്ന്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന്. കർത്താവേ, ജീവിതത്തിൽ ഏത് മേഖലകളിലാണ് ദാഹം അനുഭവിക്കുന്നതെങ്കിലും അവിടെയെല്ലാം ശാശ്വതമായി ദാഹം ശമിപ്പിക്കുന്ന ജീവജലത്തിൻ്റെ നീരുറവ തമ്പുരാനാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരുന്ന അനേകരുടെ ഹൃദയത്തിൽ തീ കത്തുന്ന അനുഭവം അവിടുന്ന് കൊടുത്തതുകൊണ്ട് സ്തോത്രം. അനേകരുടെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും വലിയ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൂത് അവരുടെ ഹൃദയങ്ങളിൽ കോറിയിട്ടതുകൊണ്ട് സ്തോത്രം. എനിക്ക് അഭയം ചൊല്ലുവാൻ, എനിക്ക് ആശ്വാസം കൊള്ളുവാൻ, എനിക്ക് ദാഹം മാറ്റുവാൻ ഒരിടമുണ്ട്, അതെൻ്റെ കർത്താവാണ് എന്ന് പരിജ്ഞാനപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. വളരെ വിനയത്തോടെ അടിയങ്ങളെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കർത്താവ് തന്നെ മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.